സംസ്ഥാനത്ത് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2021 വരെ HIV ബാധിതരുടെ എണ്ണത്തിൽ കൃത്യമായ കുറവ് രേഖപ്പെടുത്തിയെങ്കിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാസലഹരിയുടെ ഉപയോഗം, അതിഥി തൊഴിലാളികളുടെ കടന്നുവരവ് എന്നിവയടക്കമുള്ള നിരവധി കാരണങ്ങളാണ് രോഗവ്യാപനത്തിന് കാരണമായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും 10 പേർക്ക് എയ്ഡ്സ് രോഗബാധ കണ്ടെത്തിയെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. എയ്ഡ്സ് രോഗം പടർന്ന വഴിയോ അതിലുമേറെ ഞെട്ടിക്കും. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച 10 പേരിലാണ് രോഗം പടർന്നത്. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ HIV വ്യാപന നിരക്കുണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു ഇതുവരെ കേരളം. ഈ വർഷത്തോടെ രോഗവ്യാപന നിരക്ക് 0-ലെത്തിക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയുണ്ടായെന്ന് തെളിയിക്കുന്നതാണ് ഇനിയുള്ള കണക്കുകൾ. 2020-ൽ കേരളത്തിൽ രോഗബാധ കണ്ടെത്തിയത് 840 പേർക്കാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ്. 2021-ൽ 866 പേരിലും 2022-ൽ 1126 പേരിലും 2023 ആയപ്പോൾ അത് 1270 ഉയർന്നു. 2024-ലെ കണക്ക് പ്രകാരം 1130 പേരിലാണ് രോഗബാധ കണ്ടെത്തിയത്. കൃത്യമായ ബോധവൽക്കരണവും തയ്യാറെടുപ്പുകളും നടത്തി രോഗവ്യാപനം 0-ലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പല കാരണങ്ങളുണ്ട്. 1. വ്യാപകമായ ലഹരി ഉപയോഗം. 2. അതിഥി തൊഴിലാളികളുടെ കടന്നുവരവ്. 3. സ്വവർഗാനുരാഗികൾക്കിടയിലെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. കേരളത്തിലെ അതിഥി തൊഴിലാളി കേന്ദ്രങ്ങളിലെല്ലാം നിരവധി രോഗികളുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. പലരും പരിശോധനയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ കണക്കുകൾ കൃത്യവുമല്ല. കോവിഡിന് ശേഷം രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതാണ് മറ്റൊരു വെല്ലുവിളി. ഒരേ സിറിഞ്ച് മാറി മാറി ഉപയോഗിച്ച് രോഗം വരുത്തിയവർ നിരവധി. സ്വവർഗാനുരാഗികളും ട്രാൻസ്ജെൻഡറുകൾക്കുമിടയിലെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം മറ്റൊരു വിപത്തായി മാറുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം 10 ട്രാൻസ്ജെൻഡറുകളിലാണ് രോഗം കണ്ടെത്തിയത്. രാജ്യത്തിന് തന്നെ മാതൃകയായ ഇടപെടലുകളിലൂടെയാണ് എയ്ഡ്സ് എന്ന മഹാമാരിയെ കേരളം ചെറുത്തു നിർത്തിയിരുന്നത്. 2005-ൽ 2627 എയ്ഡ്സ് രോഗികളെ കണ്ടെത്തിയിടത്തു നിന്നും 2020-ൽ അത് വെറും 840 കുറച്ചു കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം മുതൽ കേരളത്തിന്റെ ഈ പ്രതിരോധ കോട്ട തകർന്നു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതിനപ്പുറം ഭയപ്പെടുത്തുന്ന മറ്റൊന്നുകൂടിയുണ്ട്. പലരും പരിശോധനയ്ക്ക് പോലും പിടിതരാത്ത സാഹചര്യമെന്നതാണ് ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഞെട്ടിക്കുന്ന കണക്കുകൾക്ക് പിന്നാലെ സമഗ്ര പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. ബോധവൽക്കരണ നീക്കമൊന്നും അതിഥി തൊഴിലാളികൾക്കിടയിൽ ഫലം ചെയ്യുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അനുഭവം. ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാതെയും രോഗം പടരുമെന്നിരിക്കെ രോഗം പടരുന്നത് തടയാൻ അതീവ ജാഗ്രതയാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം.